ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ബോട്ട് റൈഡിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പം ബോട്ട് റൈഡിംഗ് എന്ന് പറയുമ്പം അടുത്ത് തന്നെ കേട്ടോ, ചെറിയൊരു ബോട്ടാണ്. പിന്നെ ആ മോട്ടറും കേടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും ഒരേ സൈഡിൽ ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ജീവൻ കയ്യിൽ വെച്ചിട്ടാണ് പോയതെന്ന് വേണമെങ്കിലും പറയാം. അങ്ങനെ എന്താ പറയുക, ഇവിടെ റൈഡിങ്ങൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത് ഈ ഒരു ചെറിയ ബോട്ടിലോട്ട്. എന്താ പറഞ്ഞാൽ ഞാൻ ഇവിടെ തന്നെ ഉള്ളത്, പക്ഷെ എന്നാലും ഞാൻ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല. നട്ട് ഉച്ചക്കായിരുന്നു, അപ്പം ഒരു 2:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായിരുന്നു. എന്നാലും നമ്മൾ ഒത്തിരി എൻജോയ് ചെയ്തെന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ പോയ നേരവും ശരിയായിരുന്നു. നമുക്ക് ട്രെയിനും പോകുന്നതെല്ലാം കണ്ടു, വീഡിയോസ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്താ പറയുക, അങ്ങനെ നമ്മൾ അനീഷിനെ മിസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ അനീഷ് ഫംഗ്ഷൻ കഴിഞ്ഞ ശേഷം നേരെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞ് അച്ഛനും അമ്മനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മൾ വിചാരിച്ച അവന് വരുമ്പോൾ ലേറ്റാകുമെന്ന് പറഞ്ഞ് നമ്മൾ ബോട്ട് റൈഡിങ് കഴിഞ്ഞ ഉടനെ അവനെ എത്തിയിട്ടുണ്ടായിരുന്നു. പുതിയതായി കല്യാണം കഴിച്ച നമ്മുടെ ഡാഫ്നിൻ്റെയും പ്രവീണിൻ്റെയും ഫോട്ടോഷൂട്ടിങ്ങെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഫോട്ടോഷൂട്ടിങ്ങെല്ലാം കഴിഞ്ഞ് നേരെ നമ്മൾ വീട്ടിലോട്ട് വിട്ടു. അപ്പോൾ ഇത്രയുള്ളൂ. എന്നിട്ട് വീഡിയോ ബൈ.